ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പെൺകുഞ്ഞുങ്ങളൊക്കെ ഉള്ള അമ്മമാർക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഐറ്റവുമായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇങ്ങനെയുള്ള നെറ്റിൻ്റെ തുണിയാണ്. ഇങ്ങനെയുള്ള തുണികളൊക്കെ നമുക്ക് കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ടൈലറിങ് ഷോപ്പിലൊക്കെ ഇങ്ങനത്തെ തുണികൾ ഇഷ്ടംപോലെ വേസ്റ്റായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കഷ്ണം മേടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കിയാൽ മതിയാവും. ഇനി നമുക്ക് ഇങ്ങനെയുള്ളൊരു കഷ്ണം മുറിച്ചെടുത്തതിന് ശേഷം രണ്ടാക്കിയിട്ട് അത് മുറിച്ചെടുക്കണം. ഈ ഒരു രീതിയിലാട്ടോ വേണ്ടത്. ഇനി വേണ്ടത് ഇതൊന്ന് തുന്നി കൊടുക്കണം. അപ്പോൾ നമുക്ക് തുറന്ന് കിടക്കുന്ന ആ ഒരു ഭാഗമല്ലാതെ അപ്പുറം സൈഡാണ് തുന്നി കൊടുക്കേണ്ടത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ നിങ്ങൾ തുന്നി കൊടുക്കേണ്ടത്. അപ്പോൾ കെട്ടിട്ട് തുന്നേണ്ട ആവശ്യമില്ല. ഇങ്ങനെ അടിക്കും മുകളിലേക്കും ആയിട്ട് അങ്ങനെ തുന്നി എടുത്താൽ മതിയാകും. അപ്പോൾ വീഡിയോ കാണുന്നിടയിൽ ഒരു കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങൾക്കിത് ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ തുന്നിയെടുക്കേണ്ടത്. ഇപ്പോൾ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് നെറ്റിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ഡ്രസ്സുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിലും ഏകദേശം ഇങ്ങനെയുള്ള മെറ്റീരിയൽസിൻ്റെ ഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ തയ്ക്കാൻ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ബാക്കി കഷ്ണങ്ങളും കൂടി ഒന്ന് മേടിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനിതാ മുഴുവനായിട്ട് തന്നെ തുന്നിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് തുന്നിയെടുക്കേണ്ടത്. അവിടെ കെട്ടിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു നെറ്റിൻ്റെ ക്ലോത്ത് താഴോട്ട് ഇങ്ങ് വലിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് ഞൊറി പോലെ ഇങ്ങനെ വരുന്നത് കണ്ടില്ലേ. ഇനി താഴത്തുള്ള നൂലും കൂടെ ഒന്ന് വലിച്ചതിന് ശേഷം രണ്ടും കൂടെ ഒന്ന് കെട്ടിയിട്ട് നല്ല മുറുക്കിയെ കെട്ടി കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല അടിപൊളിയായിട്ടുള്ള പൂ പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒഴിഞ്ഞെടുക്കുന്ന ആ ഒരു ഭാഗം കൂടി കൂട്ടി ചേർത്തിട്ട് ഒന്ന് തുന്നി കൊടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ നടുഭാഗവും ഒന്ന് തുന്നി കൊടുക്കണം കേട്ടോ. നല്ല ഒന്ന് ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് കെട്ടിട്ട് വേണം തുന്നിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ആ നടുഭാഗവും അതുപോലെ തന്നെ രണ്ട് ഭാഗം കൂടി കൂട്ടി ചേർത്തിട്ട് നന്നായിട്ട് തുന്നി കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൊന്തി നിൽക്കുന്ന ചില ഭാഗങ്ങളില്ലേ, അതൊക്കെ ഒന്ന് വെട്ടിയിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് എടുക്കണം. ഇനി ആവശ്യമായിട്ടുള്ളത് ഇങ്ങനത്തെ ടിംറ്റിയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ഈ ഒരു പൂവ് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ ഒരു പൂവൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫെവി ബോണ്ട് പോലെയുള്ള പശകളും നിങ്ങൾക്ക് ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിത് അവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുത്താണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാനിത് അവിടെ നല്ല ഭംഗിയുള്ള വെള്ള കളർ മുത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം സെൻറ്റർ ഭാഗത്ത് ഒരു മുത്ത് പിടിപ്പിക്കുക. അതുപോലെ തന്നെ സൈഡ് ഭാഗങ്ങളിൽ ഓരോരോ മുത്തായിട്ട് പിടിപ്പിക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിൽ നല്ല ഭംഗിയുള്ള മുത്തുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള മുത്തുകൾ വേണമെങ്കിലും വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ചിട്ടും പൂവിൻ്റെ ഭംഗിക്ക് അനുസരിച്ചിട്ടും വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാനിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ മാല കോർക്കുന്ന ആ ഒരു മുത്തില്ലേ, അതാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാം.